ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി അശോക്. പ്രധാന വാർത്തകൾ. അതിർത്തിയിലെ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ മറികടക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുഭപ്രതീക്ഷയുടെ പുതുലോകം കാത്ത് രാജ്യം ഇന്ന് ദീപാവലി ആഘോഷിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തരായത് 81 ലക്ഷത്തിലേറെ പേർ. കേരളത്തിൽ ഇന്ന് 6357 പേർക്ക് രോഗബാധ. 6793 പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിലെ ആരാധനാലയങ്ങൾ തിങ്കളാഴ്ച മുതൽ തുറക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ 500 സ്വകാര്യ അക്കാദമികൾക്ക് ധനസഹായം നൽകുമെന്ന് കേന്ദ്ര കായിക മന്ത്രി. വാർത്തകൾ വിശദമായി. അതിർത്തിയിലുള്ള ഇന്ത്യൻ പട്ടാളക്കാരുടെ ധീരതയെ മറികടക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ലോങ്കേവാല പോസ്റ്റിൽ സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ. രാജ്യത്തെ ധീരമായി സംരക്ഷിക്കുന്ന സൈന്യം ഇന്ത്യക്ക് അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോങ്കേവാലയിൽ സൈന്യം പ്രകടിപ്പിച്ച ധീരത ഇന്ത്യൻ സൈന്യത്തിന്റെ മഹത്തായ ചരിത്രത്തിൽ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ അദ്ദേഹം പോരാട്ടത്തിൽ ത്യാഗം വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് അഭിവാദനമർപ്പിച്ചു. ലോകം മുഴുവൻ ഇന്ന് അതിർത്തി വികസിപ്പിക്കുന്ന ശക്തികളാൽ കലുഷിതമാണ്. ഇത് 18ാം നൂറ്റാണ്ടിലെ ചിന്താഗതിയാണ്. ഈ ആശയത്തെ ശക്തമായി എതിർക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞും മറ്റുള്ളവർക്ക് തിരിച്ചറിയാവുന്ന രീതിയിലും പ്രവർത്തിക്കണമെന്നാണ് ഇന്ത്യ ഇന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മളെ വെല്ലുവിളിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് തക്കതായ മറുപടി രാജ്യം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ എല്ലാവിധ നടപടികളും ഇന്ത്യ കൈക്കൊള്ളുന്നുണ്ട്. തദ്ദേശീയ ആയുധ നിർമ്മാതാക്കളെ ഉൾപ്പെടുത്തി സ്വയം പര്യാപ്തതയിലൂന്നിയ പ്രതിരോധ മേഖല നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യതാൽപര്യത്തിൽ വിട്ടുവീഴ്ചകൾ നടത്താത്ത രാജ്യമാണ് ഇന്ത്യയെന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ വ്യക്തമായ നിലപാടുകളാണ് ഇന്ത്യ കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യമൊട്ടാകെ ഇന്ന് ദീപാവലി ആഘോഷിച്ചു. പൌരന്മാർക്ക് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നിരുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളികൾക്ക് ദീപാവലി ആശംസകൾ നേർന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ ആഘോഷങ്ങൾ നടന്നത്. മോശം അന്തരീക്ഷ സ്ഥിതി കൂടി കണക്കിലെടുത്ത് ഡൽഹി അടക്കം പല സംസ്ഥാനങ്ങളിലും പടക്കങ്ങൾ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് തുടങ്ങിയ പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിന്റെ കേന്ദ്ര ഹാളിലുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിന് മുൻപിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.05% ഉയർന്നു. 81.63 ലക്ഷത്തോളം പേർ ഇതുവരെ രോഗമുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 4,80,000 പേർ ചികിത്സയിലുണ്ട്. 1.47% ദേശീയ തലത്തിൽ കോവിഡ് മരണനിരക്ക്. 1,29,000 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. കർണാടകത്തിൽ കോവിഡ് മുക്തി നിരക്ക് 95.39% വർദ്ധിച്ചു. 8,18,000 പേരാണ് രോഗമുക്തരായത്. മരണനിരക്ക് 1.33%. ബീഹാറിൽ രോഗമുക്തി നിരക്ക് 96.79%. ദേശീയ ശരാശരിയേക്കാൾ 3.74% കൂടുതലാണിത്. 2,18,000 പേരാണ് ബീഹാറിൽ കോവിഡ് മുക്തരായത്. കേരളത്തിൽ ഇന്ന് രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തർ. 6,357 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 6,793 പേർ രോഗമുക്തരായി. 26 മരണവും കോവിഡ് ബാധിച്ചാണെന്ന് തിരിച്ചറിഞ്ഞു. നിലവിൽ ചികിത്സയിലുള്ളത് 76,927 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,553 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 10.33 ആണ്. 2 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. 5 പ്രദേശങ്ങളെ ഒഴിവാക്കി. ആകെ 609 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 5,38 ലക്ഷം പിന്നിട്ടു. 1.5 കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 13 ലക്ഷത്തിന് മുകളിലാണ് മരണസംഖ്യ. പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്ന അമേരിക്കയിൽ 40 ലക്ഷത്തിലധികം പേർ ചികിത്സയിലുണ്ട്. ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കോവിഡ് മരണസംഖ്യ 6,200ഓളമായി. ആകെ രോഗബാധിതർ 4 ലക്ഷത്തോടടുക്കുന്നു. രോഗമുക്തി നിരക്ക് 80.8%.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. മഹാരാഷ്ട്രയിൽ എല്ലാ ആരാധനാലയങ്ങളും തിങ്കളാഴ്ച മുതൽ തുറക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അറിയിച്ചു. ദീപാവലി ആഘോഷങ്ങൾ ആരംഭിച്ചെങ്കിലും പൊതുജനങ്ങൾ കോവിഡ്-19 പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും ശ്രീ ഉദ്ധവ് താക്കറെ അറിയിച്ചു. ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ 500 സ്വകാര്യ കായിക അക്കാദമികൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകും. ആദ്യഘട്ടമായി 14 ഒളിമ്പിക്സ് മത്സര ഇനങ്ങൾക്ക് ധനസഹായം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കായിക മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. രാജ്യത്തെ കായിക മേഖലയുടെ അടിസ്ഥാനതലം മുതലുള്ള സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഖേലോ ഇന്ത്യ. ഈ വർഷത്തെ ബ്രിക്സ് STI പ്രഖ്യാപനത്തിന് 8ാമത് ബ്രിക്സ് ശാസ്ത്ര സാങ്കേതിക മന്ത്രിതല ഉച്ചകോടി അംഗീകാരം നൽകി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ അംഗരാജ്യങ്ങൾക്കിടയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള സഹകരണം യോഗത്തിൽ ചർച്ച ചെയ്തു. കോവിഡ് മഹാമാരി പോലുള്ള ആഗോള വെല്ലുവിളികളെ മറികടക്കാൻ ബഹുമുഖ സഹകരണമാണ് വേണ്ടതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഹർഷവർദ്ധൻ യോഗത്തിൽ പറഞ്ഞു. കുട്ടികൾക്കെതിരായ സൈബർ ഭീഷണി തടയാൻ മൊബൈൽ ആപ്പ് നിർമ്മിച്ച ബംഗ്ലാദേശ് കൌമാരക്കാരൻ സാദത്ത് റഹ്മാൻ ഈ വർഷത്തെ കുട്ടികൾക്കുള്ള അന്താരാഷ്ട്ര സമാധാന പുരസ്കാരത്തിന് അർഹനായി. കുട്ടികളുടെ അവകാശത്തിനായുള്ള അന്താരാഷ്ട്ര സംഘടന കിഡ്സ് റൈറ്റ്സ് ആണ് അവാർഡ് നൽകുന്നത്. വെള്ളിയാഴ്ച നെതർലാൻഡ്സിൽ നടക്കുന്ന ചടങ്ങിൽ നൊബേൽ പുരസ്കാര ജേതാവ് മലാല യൂസഫ്സായ് അവാർഡ് സമ്മാനിക്കും. ഇന്റർനെറ്റ് സുരക്ഷയെപ്പറ്റി കുട്ടികൾക്ക് വ്യക്തമായ വിവരം നൽകുന്നതിനും സൈബർ ഭീഷണി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ട സഹായം നൽകുന്നതിനുമായി സൈബർ ടീൻസ് എന്ന പേരിൽ വികസിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാദത്ത് റഹ്മാനെ അവാർഡിന് അർഹനാക്കിയത്. രാജ്യം ഇന്നു മുതൽ ഈ മാസം 20 വരെ ദേശീയ സഹകരണ വാരമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച സഹകരണ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് രാജ്യം സഹകരണ വാരം ആഘോഷിക്കുന്നത്. 67ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ അഭിമാനം പകരുന്നതാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് പദ്ധതിയും ഏറ്റെടുക്കാൻ സന്നദ്ധമാകുന്നുവെന്നത് സഹകരണ മേഖലയുടെ പ്രത്യേകതയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾക്ക് മികച്ച അവസരമാണ് ഒരുക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിൽ വായു ഗുണനിലവാരം ഇന്ന് ഏറ്റവും മോശം അവസ്ഥയിൽ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അറിയിപ്പ് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക 378 രേഖപ്പെടുത്തി. അന്തരീക്ഷ ഗുണനിലവാരം ഇനിയും മോശമാകുമെന്നാണ് സൂചന. എന്നാൽ നാളെ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതി മെച്ചപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പൊതുവേദിയായ EAS സമ്മേളനം ഇന്ന്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത്. 18 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വിയറ്റ്നാം പ്രധാനമന്ത്രി ഗുയൻ ഹുവാൻ ഫുക്കാണ് അധ്യക്ഷൻ. 2005-ൽ ആരംഭിച്ച EASന്റെ 15ാം വാർഷികാചരണവുമായി ബന്ധപ്പെട്ട സമ്മേളനം കൂടിയാണിത്. ജമ്മു കാശ്മീരിലെ കാർഗിൽ, ലഡാക്ക്, സോജില, മീനാമാർ, ദ്രാസ് പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയെ തുടർന്ന് റോഡ് ഗതാഗതം നിരോധിച്ചു. അടുത്ത 24 മണിക്കൂറിൽ പ്രദേശത്ത് മഴയും മഞ്ഞുവീഴ്ചയും വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അന്തരിച്ച ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ മൃതദേഹം കബറടക്കി. റിഫയിലെ ഹുനൈനിയ ഖബർസ്ഥാനിലാണ് കബറടക്കിയത്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും രാജകുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളും സൈന്യത്തിലെയും സുരക്ഷാ സേനയുടെയും കമാൻഡർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ അന്തരിച്ചത്. അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള സ്വകാര്യ ബഹിരാകാശ വാഹന നിർമ്മാതാക്കളായ സ്പേസ് എക്സ് 4 ബഹിരാകാശ യാത്രക്കാരെ നാളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കും. കമ്പനി വികസിപ്പിച്ച അതിനൂതന ബഹിരാകാശ വാഹനമായ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തുന്ന ആദ്യ സംരംഭമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തിയിലെ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ മറികടക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുഭപ്രതീക്ഷയുടെ പുതുലോകം കാത്ത് രാജ്യം ഇന്ന് ദീപാവലി ആഘോഷിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തരായത് 81 ലക്ഷത്തിലേറെ പേർ. കേരളത്തിൽ ഇന്ന് 6357 പേർക്ക് രോഗബാധ, 6793 പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിലെ ആരാധനാലയങ്ങൾ തിങ്കളാഴ്ച മുതൽ തുറക്കുമെന്ന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ.
ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ 500 സ്വകാര്യ അക്കാദമികൾക്ക് ധനസഹായം നൽകുമെന്ന് കേന്ദ്ര കായിക മന്ത്രി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 9 മണിക്ക്.